ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോയ ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ച്, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ നമുക്ക് കുറച്ച് ചുമന്ന കോരയും ചെറിയ ചുമന്ന കോര, പിന്നെ കുറച്ച് കണവ, ഇങ്ങനെയുള്ള മീനാണ് നമുക്കിന്ന് കിട്ടിയത്. അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പുറത്തുനിന്ന് നമ്മുടെ തൊടിയിൽ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു, അതെല്ലാം പിച്ചി നുള്ളിക്കൊണ്ട് വന്നു. അതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ഞാൻ ആ മീൻ കണവ ഞാനങ്ങ് സംസാരിക്കാൻ വയ്യ, എനിക്ക് പനിയാണ്. അപ്പോൾ ഞാൻ കണവ എല്ലാം എടുത്ത് മുറിച്ച് കട്ട് ചെയ്ത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിക്കാൻ വെക്കുന്നു. പിന്നെ കുറച്ച് മാങ്ങ അപ്പുറത്തുനിന്ന് പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പഴുത്ത് പോയതാണ്. പിന്നെ ചുമന്ന കോര കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ്. അങ്ങനെ ആ മീൻ കറി വെക്കുന്നതിന് വേണ്ടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവായും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ മുളക് പൊടി അതിനകത്തോട്ട് എല്ലാം മസാലക്കൂട്ട് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇടിച്ച് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചൂട് തിളച്ച വെള്ളം, മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാലയെല്ലാം തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേന് 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, അങ്ങനെ അതെല്ലാം കൂടെ പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കും. എല്ലാം മസാല നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ വയറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഈ മീനിനൊന്നും ചിലപ്പോൾ വയറ്റത്തില്ല, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കും. പണ്ടൊക്കെ നമ്മൾ മീനിനൊന്നും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ചേർക്കത്തില്ലായിരുന്നു. നമ്മൾ കല്ലിൽ മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടെ അരച്ച് ഉലുവായും എല്ലാം കൂടെ വറുത്തരച്ച് കറി വെക്കുന്നതായിരുന്നു. അതിന് നല്ല വേറൊരു ടേസ്റ്റല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം മരപ്പെല്ലാം തിളച്ച് വന്നു. അങ്ങനെ ഞാൻ മീനൊക്കെ പറക്കി ഇട്ടു. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. 4 കഷ്ണം പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അവിയലിനുള്ള പച്ചക്കറിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിനെടുത്ത് അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പിന്നെ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം എടുത്ത് ചതച്ച് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, എപ്പോഴും എടുക്കണ്ടല്ലോ. അങ്ങനെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഇപ്പോഴത്തേന് മീനെല്ലാം കറിയായി, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ അവിയലിനുള്ള സാധനങ്ങളെല്ലാം അടുപ്പിലാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് അതിന് വേണ്ടുന്ന തേങ്ങയും 2 പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഞാൻ ചതച്ചത് അതിനകത്ത് തന്നെ ചേർത്ത്. അപ്പോഴത്തേന് കണവായും വെന്ത് വന്ന് അതിന് ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ചേർത്ത് അത് ഒന്നും കൂടെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ വരാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ചോറായി, ഞാൻ ചോറ് ഊറ്റി വെച്ചു. അവിയൽ വെന്ത് വന്ന് അതിന് തേങ്ങയും എല്ലാം ചതച്ച് അതെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ അവിയൽ ഒരു വശത്ത് റെഡിയായി വന്നു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മീനെടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീൻ പൊരിക്കുന്നതിന് അത് ഞാൻ അടുപ്പിൽ ഗ്യാസിലാണ് മീനൊക്കെ പൊരിക്കുന്നത്. പക്ഷേങ്കിൽ കറിയൊക്കെ ഗ്യാസിലങ്ങ് വെച്ചു, വിറകും ഇല്ല, കുറച്ച് വിറകൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ മീനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? സുഖമില്ലാത്തതുകൊണ്ട് എല്ലാം താമസിച്ചാണ്. പിന്നെ കണവ ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വേവിച്ചത്. അത് ഞാൻ മസാലയിലാക്കിയിട്ട് അത് ഞാൻ പൊരിക്കാനായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് അതിന് അവിടെ ഇരുന്ന് മൊരിഞ്ഞെല്ലാം വന്നോളൂ. അപ്പോഴത്തേന് ചോറ് തിന്നാൻ സമയമായി. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കരുണയും കാവലും ഒക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ ഇന്ന് അവിയലും മീൻ പൊരിച്ചതും കണവ റോസ്റ്റ് ചെയ്ത് എടുത്തതും പിന്നെ ആ ചുമന്ന കോര ഇങ്ങനെ മുളക് കറി വെച്ചത്, പിന്നെ കുറച്ച് അച്ചാറും തൈരും, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഫുഡ്. നിങ്ങളുടെ ഫുഡ് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനെന്നാൽ ഫുഡൊക്കെ കഴിക്കട്ടെ. ലൈവ് ഇടാൻ തന്നെ ഇപ്പോൾ കഴിയുന്നില്ല, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ ചോറ് കുറച്ചുകൊണ്ട് അതിന് 2 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കുറച്ചുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ അങ്ങനെ അത് 2 കഷ്ണം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് എല്ലാവർക്കും, നല്ല ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ 6 മാസമായ കുഞ്ഞുങ്ങൾക്കും
ഈ മധുരക്കിഴങ്ങ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ. താങ്ക് യു.